ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിപാവനവും വിശുദ്ധവുമായ ഈ ശുശ്രൂഷ മധ്യേ എഴുന്നേറ്റ് നിൽപ്പാൻ എന്നെ പ്രാപ്തനാക്കുന്ന ദൈവത്തിന് 1000 സ്തുതിസ്തോത്രങ്ങൾ കരയറ്റട്ടെ. ഈ നിയോഗം എന്നെ ഭരമേൽപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അഭിവന്യ മദ്രാസന എപ്പിസ്കോപ്പ തിരുമേനി തോമസ് മാർ തിമത്യോസ് തിരുമേനിയോടുള്ള എൻ്റെ സ്നേഹവും ബഹുമാനവും ആദരവും അറിയിക്കട്ടെ. പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട എബിൻ ജോസഫ് ഫിലിപ്പ് ഷമാശന് എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും നേരുകയും ദൈവകൃപയോടെ ദീർഘവർഷം ഈ സഭയ്ക്ക് നേതൃത്വം നൽകുവാൻ ദൈവം പ്രിയദാസനെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതത്തെ ധ്യാനത്തിൻ്റെ തലക്കെട്ടായി പറയുവാൻ ആഗ്രഹിക്കുന്നത് നിയോഗ വഴികളിലെ ദൈവത്തിൻ്റെ പാഠശാലയും അതിൻ്റെ പാഠങ്ങളും എന്നതാണ്. നിയോഗ വഴികളിലെ ദൈവത്തിൻ്റെ പാഠശാലയും ആ പാഠശാലയിലൂടെ ദൈവം പഠിപ്പിക്കുന്ന പാഠങ്ങളും എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിന് ചിന്തകളെ ക്രോഡീകരിക്കുന്നതിന് ആധാരമായി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. അവൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിയുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയിരിക്കുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളം ആകും എന്നും പറഞ്ഞു. അടിമത്തം വേരുറപ്പിച്ച ഒരു കാലത്ത് ഒരു ജനതയെ വീണ്ടെടുക്കുവാനും ആ ജനതയെ വീണ്ടെടുക്കുന്ന യാത്രക്കിടയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ കാഹളം മുഴക്കുവാനും ദൈവം മോശയെ വിളിക്കുന്ന വേദഭാഗമാണിത്. പാപത്തിൻ്റെ യജമാനർ, പാപത്തിൻ്റെ സംവിധാനങ്ങൾ, എക്കാലവും നിർമ്മിക്കുന്ന എല്ലാ പാപ സംവിധാനങ്ങളെയും പൊളിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ തെളിനീരുറവ ഒഴുക്കുവാൻ ദൈവം എപ്പോഴും മനുഷ്യരെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് പാപത്തിൻ്റെ യജമാനർ നിർമ്മിക്കുന്ന, പാപത്തിൻ്റെ സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന എല്ലാ കോട്ടകളെയും സാമ്രാജ്യങ്ങളെയും
തകർക്കുവാൻ അവിടെ ഒരു പുതിയ പ്രഭാതത്തിൻ്റെ കിരണങ്ങൾ വീശത്തക്കവണ്ണം ഒരു ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംഘത്തിൻ്റെ പേരാണ് പട്ടക്കാർ. അതിനുവേണ്ടി എന്തൊക്കെ വിഭവങ്ങൾ സമാഹരിക്കാമോ അത് പ്രാർത്ഥനയിലൂടെയും ദൈവവചന പഠനത്തിലൂടെയും ആരാധനയിലൂടെയും ഒരുമിച്ചുള്ള ശുശ്രൂഷകളിലൂടെയും ഒക്കെ ഏതെല്ലാം തരത്തിൽ പാപത്തിൻ്റെ സംവിധാനങ്ങളെ തകർക്കുവാനുള്ള വിഭവങ്ങളെ ശേഖരിക്കാമോ ആ പ്രക്രിയയിൽ ഏർപ്പെടുന്ന ആളുകളാണ് പട്ടക്കാർ എന്നുള്ളത്, ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്നുള്ളത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ ആടുകളെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന മോശയെ ദൈവം വിമോചനത്തിൻ്റെ പുതിയ വഴി വെട്ടിത്തെളിക്കുവാൻ ബലഹീനനായ മോശയെ ദൈവം വിളിക്കുന്നുണ്ട്. ഓരോ നിയോഗ ശുശ്രൂഷകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ഈ അടുത്ത് മരിച്ച ദളിത് ജനതയുടെ വിമോചനം സ്വപ്നം കണ്ട KM സലിം കുമാർ എന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഈ അടുത്ത സമയത്താണ് അദ്ദേഹം മരിച്ചത്. പത്രങ്ങളിലൊക്കെ ഒരുപക്ഷെ നാം വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ സുഹൃത്തു കൂടിയായ ജോസ് പീറ്റർ എഴുതിയ വാചകങ്ങൾ ഞാനൊന്ന് വായിക്കാം. കേരളത്തിൻ്റെ ഭൂസമരത്തിൻ്റെ ആളും അർത്ഥവുമായി നിന്ന ഒരാൾ, മനുഷ്യരുടെ വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനുമായി അഭിമാനത്തിനുമായി എക്കാലവും പടപൊരുതിയ ആൾ, ഒരു സ്ത്രൈണ ആഭിമുഖ്യത്തോടെ ഒരു അമ്മ മനസ്സോടെ പ്രശ്നങ്ങളെ കാണുന്ന ഒരാൾ, കുട്ടികളോടും സ്ത്രീകളോടും ബഹുമാന പുരസ്സരം ഇടപെടുന്ന ഒരാൾ, വീടിനകത്തും പുറത്തും പൊതുവേദിയിലും സ്ത്രീ അഭിമാനത്തെ ഉയർത്തിപ്പിടിച്ച ഒരാൾ, കുടുംബ ബന്ധങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച ഒരാൾ, വിയോജിപ്പുകൾ പ്രകടമാക്കുന്നതിൽ നിർഭയത്വമുള്ള ഒരാൾ, എഴുതുന്ന അക്ഷരത്തിൽ വ്യാകരണ പിശക് ഇല്ലാത്തതുപോലെ ജീവിതത്തിലും അക്ഷരത്തെറ്റില്ലാത്ത ഒരാൾ. ദൈവവും സഭയും ഒരു മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിലും നാം കണ്ടുമുട്ടുന്ന മനുഷ്യരിലും ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം വിതറുവാനും വിളമ്പുവാനും അവരെ ചേർത്ത് പിടിക്കുവാനുമാണ്. ഒരു പട്ടക്കാരിൽ നിന്ന്, പട്ടക്കാരുടെ ഗണത്തിൽ നിന്ന്, സഭയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതും കണ്ടുമുട്ടുന്ന മനുഷ്യർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുവാനാണ്. അതുകൊണ്ട് പട്ടക്കാരൻ, ദൈവിക ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെടുന്നവർ, അവർ ദൈവസന്നിധിയിലിരുന്ന് ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മോശയിൽ നിന്ന് നാം പഠിക്കുന്ന, മോശയെ ദൈവം പഠിപ്പിക്കുന്ന 3 പാഠങ്ങൾ പറഞ്ഞ് ഈ ധ്യാനം അവസാനിപ്പിക്കണം എന്ന് കരുതുന്നു. വാൾട്ടർ ബ്രൂക്ക്മാൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ പഴയ നിയമ പണ്ഡിതൻ, അദ്ദേഹവും ഈ അടുത്ത സമയത്താണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ പ്രൊഫറ്റിക് ഇമാജിനേഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്: The task of prophetic ministry is to nurture, nourish and evoke a consciousness and perception alternative to the consciousness and perception of the dominant culture around us. പ്രവാചക ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവർ ഈ ലോകത്തിലെ പാപ സംവിധാനങ്ങൾ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ബോധമണ്ഡലത്തിൽ നിന്ന് വ്യതിരക്തമായി, ബദൽ ആയി ഒരു പുതിയ കോൺഷ്യസ്നെസ്, ബോധം, അതിന് ദൈവശാസ്ത്രത്തിൽ ഒരുപക്ഷെ പുതിയ മനുഷ്യനെന്നോ അകത്തെ മനുഷ്യനെന്നൊക്കെ നമുക്ക് പൗലോസിൻ്റെ ഭാഷയിൽ നമുക്ക് പറയാം. ഒരു പുതിയ ബോധം ഉടലെടുത്ത് നിലവിൽ നിൽക്കുന്ന പാപത്തിൻ്റെ ഘടനകളെ, അതിനെ നിർമൂലനം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു നിയോഗം. ആ നിയോഗമാണ് ദൈവം ഇവിടെ മോശയെ ഭരമേൽപ്പിക്കുന്നത്. അതിന് ദൈവം മോശയെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ പാഠം കത്തുന്ന മുൾപ്പടർപ്പാണ്. എന്താണ് കത്തുന്ന മുൾപ്പടർപ്പ്? കത്തുന്ന മുൾപ്പടർപ്പിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവരുടെ പ്രഥമവും അനിവാര്യവും ഒരിക്കൽ പോലും ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ പാടില്ലാത്തതുമായ ഒരു പാഠം
എല്ലാ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ തിരിച്ചറിയുക. നമ്മുടെ പട്ടം കൊട ശുശ്രൂഷയിൽ അതിൻ്റെ പട്ട ചുമതലയേൽക്കുന്ന സമയത്ത് നിത്യവും ഉഷസ്സിലും പ്രഭാതത്തിലും സന്ധ്യയിലും പ്രാർത്ഥിപ്പോരിവർ എന്നാണ് പട്ടക്കാരെക്കുറിച്ച് ഈ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ഒരുങ്ങുന്ന ആളുകളെക്കുറിച്ച് പറയുക. അതിൻ്റെ അർത്ഥം ഇത് മാത്രമാണ്: ദൈവത്തിൻ്റെ വെളിപാടുകളെ നിരന്തരവും അനുനിമിഷവും തിരിച്ചറിയുക എന്നുള്ളതാണ്. തിയോഫനി, ഗോഡ്സ് റെവലേഷൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വെളിപാടുകളിൽ നിന്നാണ് നിയോഗത്തിൻ്റെ തെളിനീരുറവ പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് നാം എപ്പോഴും മനസ്സിലാക്കണം. ഗോഡ്സ് റെവലേഷൻ, തിയോഫനി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് എപ്പിഫനി ആകുന്നുണ്ട്. ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ തെളിനീരുറവ പൊട്ടിപ്പുറപ്പെടുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ഈ ദൈവിക വെളിപ്പാടിലൂടെയാണ്. കത്തുന്ന മുൾപ്പടർപ്പ് കാണുമ്പോൾ അത് എന്താണെന്ന് കാണുവാൻ മോശെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ യാത്രയാണ്, ആ വെളിപ്പാട് കാണുവാനുള്ള അവൻ്റെ കാൽവെപ്പാണ് അവൻ്റെ നിയോഗത്തിൻ്റെ ആഴത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ഈ അത്ഭുതകരമായ കാഴ്ച എന്തെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്ന മോശയെ നാം കാണുന്നുണ്ട്. അടുത്ത് ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറയുമ്പോൾ ആ യാത്ര ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്കുള്ള യാത്രയാണ് എന്നുള്ളത്. അതുകൊണ്ട് ദൈവവിളി അവിടെയാണ് സംഭവിക്കുന്നത്. മോശേ മോശേ എന്ന് വിളിക്കുമ്പോൾ ആ വിളി കേട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ വിളി അവൻ കേൾക്കുന്നു, ദൈവത്തിന് പറയാനുള്ളത് അവൻ കേൾക്കുന്നു, അതിന് മുൻപിൽ അവൻ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവിക വെളിപ്പാടുകളുടെ കാഴ്ച എല്ലാ സാധാരണമായ കാഴ്ചകൾക്കും അപ്പുറത്ത് ഉള്ള ദൈവത്തിൻ്റെ വെളിപ്പാടിൻ്റെ കാണുവാനുള്ള കാഴ്ചയിലാണ് നമ്മുടെ നിയോഗങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ഈ കാഴ്ച എവിടെയാണ് ഉണ്ടാവുക? അതേതോ ഒരു വലിയ അല്ലെങ്കിൽ മറ്റേ എവിടെയോ ആണോ എന്നുള്ള ചോദ്യം. എന്നാൽ ദൈവത്തിൻ്റെ വെളിപാടുകൾ സംഭവിക്കുന്നത് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ബെയർ ലൈഫ് ഓഫ് ദ പീപ്പിൾ. ഒരു ജനതയുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിലാണ് ദൈവത്തിൻ്റെ വെളിപാടുകൾ എന്നുള്ളത് നാം ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവിക വെളിപാടുകൾ ദൈവവുമായുള്ള സംഭാഷണത്തിലേക്ക് അത് നമ്മെ കൊണ്ടെത്തിക്കും. ദൈവവുമായുള്ള ഒരു സംവാദത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള അനുസരണത്തിലേക്കും അത് നമ്മെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ദൈവിക വെളിപാടുകൾ കാണുമ്പോൾ അവിടെയാണ് നമ്മുടെ ദൈവശാസ്ത്രം രൂപപ്പെടുക. തിയോളജി എന്നൊക്കെ പറയുന്നത് എന്തോ നമുക്കാർക്കും മനസ്സിലാകാൻ പറ്റാത്തൊന്നൊന്നുമല്ല. ദൈവം എന്താണ്, ദൈവം ആരാണ്, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന നിയോഗം എന്താണ്, ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഇടത്ത്, ആ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങൾക്കാണ് നാം ദൈവശാസ്ത്രം പറയുക. അതുകൊണ്ട് തിയോഫനി, തിയോളജി ആൻഡ് മിസിയോളജി. മിസിയോളജി എന്ന് പറയുന്നത് ദൗത്യത്തിൻ്റെ ആവിഷ്കാരങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ദൈവത്തെ കാണുക, ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ കാണുക, ആ ദൈവത്തോടൊപ്പം ദൈവബോധ്യങ്ങൾ നിരന്തരമായി രൂപപ്പെടുത്തുക. അത് ഇന്ന് ആരംഭിച്ച് ഒരുപക്ഷെ സെമിനാരിയിൽ പ്രവേശിക്കുന്ന നിമിഷം മുതൽ ആരംഭിച്ച് ഒരുപക്ഷെ അതിനു മുൻപുള്ള ഇൻ്റർവ്യൂവിലും പരീക്ഷകളിലൂടെയും ഒക്കെ ആരംഭിച്ച് മരണം വരെ തുടരേണ്ട ഒരു യാത്രയാണ് ഈ തിയോഫനിക് എക്സ്പീരിയൻസസ്. അതിലൂടെ നമ്മുടെ ദൈവശാസ്ത്രങ്ങൾ നിരന്തരമായി രൂപപ്പെടുന്നു എന്നുള്ളത് നാം ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ആഴമായി ദർശിക്കുന്നവർക്ക് മാത്രമേ ജനതയുടെ കണ്ണുനീരിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്കോല ആശ്രമത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കോട്ടയം ജെറുസലേം മാർത്തോമാ ഇടവകയുടെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട PJ തോമസ് അച്ഛൻ അവിടെ നിന്ന് സഭയുടെ അറിയിപ്പ് വായിച്ച് അങ്കോല ആശ്രമത്തിലേക്ക് പോകുന്ന ഒരു യാത്രയുടെ ചരിത്രം സഭയുടെ ഏടുകളിൽ നാം വായിക്കുന്നുണ്ട്. PJ തോമസ് അച്ഛനോടൊപ്പം അനുധാവനം ചെയ്ത മറ്റൊരു ചെറുപ്പക്കാരൻ പിൽക്കാലത്ത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലും ഈ ക്രൈസ്തവ സഭയിലും തൻ്റേതായ അടയാളം നിർവഹിച്ച ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയും
അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഫിലിപ്പുമൻ, ധർമ്മിഷ്ഠൻ എന്ന ചെറുപ്പക്കാർ. അവരുടെ ഒരു യാത്രയാണ് പിൽക്കാലത്ത് ഒരുപക്ഷെ അങ്കോല ആശ്രമം ആരംഭിച്ച ആ ആശ്രമത്തെ കുറേ കൂടെ മുൻപോട്ട് കൊണ്ടുപോയത്. ഈ ധർമ്മിഷ്ഠൻ എന്ന ചെറുപ്പക്കാരൻ പിൽക്കാലത്ത് നമ്മളൊക്കെ സ്നേഹ ബഹുമാനത്തോടെ വിളിക്കുന്ന ക്രിസോസ്റ്റം തിരുമേനി ദൈവത്തിൻ്റെ വെളിപാട് കണ്ടത് അവിടെയുണ്ടായിരുന്ന പോർട്ടേഴ്സിലൂടെയാണ്, ചുമട്ട് തൊഴിലാളികളുടെ ജീവിത അനുഭവങ്ങളിലാണ്. അങ്കോലയുടെ തെരുവുകളിൽ ദൈവത്തിൻ്റെ വെളിപാടുകൾ കണ്ട ധർമ്മിഷ്ഠൻ എന്ന ചെറുപ്പക്കാരൻ ജെറുസലേം മാർത്തോമ ഇടവകയുടെ ചുമതല നിർവഹിച്ച് അങ്കോലയിലേക്ക് പോകുന്നൊരു പട്ടക്കാരൻ ആ ദൈവിക വെളിപാടുകൾ തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് പിന്നീട് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവർ ജീവിതത്തിൽ അസ്വസ്ഥരാവുകയും നിയോഗമേറ്റെടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവിക ശുശ്രൂഷകരുടെ പരമവും പ്രധാനവുമായിട്ടുള്ള ഒരു ജീവിതക്രമം നിരന്തരമായി ചുറ്റുപാടുകളിൽ നമ്മുടെ സാധാരണ കാഴ്ചയ്ക്കപ്പുറത്തുണ്ടാകുന്ന ദൈവിക വെളിപ്പാടുകളെ കാണുവാനുള്ള ഒരു ഉൾക്കണ്ണ്, ദർശനം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഈ പാഠത്തിലൂടെ, സംഭവത്തിലൂടെ ദൈവം മോശയെ പഠിപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. അവിടെ മോശ അടുത്തേക്ക് ചെല്ലുന്നു, മോശയെ ദൈവം വിളിക്കുന്നു. മോശ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംസാരത്തിൽ മുഴുവനും നിറയുന്നത്, ദൈവത്തിൻ്റെ ഭാഷണത്തിൽ മുഴുവൻ നിറയുന്നത് മനുഷ്യരുടെ ചരിത്രമാണ്, മനുഷ്യരുടെ ചരിത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വെളിപാട് കണ്ട് ആ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് ചെല്ലുന്നാൽ ദൈവം നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? ദൈവം മറ്റൊന്നുമല്ല സംസാരിക്കുക, മനുഷ്യരുടെ ചരിത്രമാണ്. ഞാൻ അവരുടെ കഷ്ടത കാണുന്നു, അവരെ പീഡിപ്പിക്കുന്നവരെ കാണുന്നു, അവരുടെ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ പ്രതിസന്ധി ഞാൻ കാണുന്നു. മനുഷ്യരുടെ ചരിത്രം സംസാരിക്കുന്ന ദൈവം. അതുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന എൻ്റെയും നിങ്ങളുടെയും നിയോഗമെന്ത് എന്ന് ചോദിച്ചാൽ ദൈവം സംസാരിക്കുന്ന മനുഷ്യരുടെ ചരിത്രം കേൾക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യരുടെ വിമോചനത്തെക്കുറിച്ച്, അവരുടെ വേദനയെക്കുറിച്ച്, അവരുടെ കഷ്ടതയെക്കുറിച്ച് വാചാലനാകുന്ന ഒരു ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. 7, 8, 9, 10 വാക്യങ്ങളിൽ അത് മുഴുവനും നിറയുന്നത് ആ ദൈവത്തിൻ്റെ വർത്തമാനങ്ങളാണ്. ഇവിടെ നാം വായിക്കുന്നുണ്ട്, ഈ ദൈവം പറയുന്നുണ്ട്, അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ആ നിലവിളി ഉണ്ടല്ലോ, ആ നിലവിളിക്ക് ഇന്ന് നമ്മൾ പറയുന്ന പേരാണ് ലിറ്റർജി എന്ന് പറയുന്നത്. ഒരു ജനതയുടെ നിലവിളികൾ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ നാം ഇന്ന് ഉപയോഗിക്കുന്ന കുറിയലായിസോൻ എന്ന് പോലും ഉപയോഗിക്കുന്ന ഒരു ലിറ്റർജിക്കൽ, ഒരു ഏറ്റവും വലിയ ലിറ്റർജിക്കൽ, അത് എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളുടെ മധ്യത്തിൽ അവരുടെ നിലവിളികളാണ്. അത് കുരുടനും അത് കനാന്യ സ്ത്രീയും ഒക്കെ ദൈവസന്നിധിയിൽ ലോർഡ് ഹാവ് മെർസി, കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണം എന്നുള്ള നിലവിളികളാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്ന ഇടങ്ങളിൽ അതിനുള്ളിൽ ഒരു ലിറ്റർജിയുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യവും നാം ഇവിടെ കാണുന്നുണ്ട് എന്ന് നാം കാണുന്നുണ്ട്. ജനത്തിൻ്റെ കഷ്ടത, അവർ നേരിടുന്ന ചൂഷണം, അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ അനീതിയുടെ യജമാനർ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കഠിനമായ വ്യഥ, ഇവകളെക്കുറിച്ച് ദൈവം അവരോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മളോട് ചില ചരിത്രങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ ചരിത്രത്തിൽ അവരുടെ ആരാധനയും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ദൈവം പറയുന്ന ചരിത്രത്തിൽ, ആ ചരിത്രത്തിനുള്ളിലാണ് ഈ ലിറ്റർജി എന്ന് പറയുന്നത്. മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന്, അവരുടെ കണ്ണുനീരിൽ നിന്ന് ഉടലെടുക്കുന്ന ലിറ്റർജികൾ. ആ ലിറ്റർജി തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്നവരും അത് അനുഷ്ഠിക്കുന്നവരുമാണ് പട്ടക്കാർ എന്നുള്ളതും നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ദൈവത്തെ കണ്ടുമുട്ടുന്ന മോശ, ദൈവം സംസാരിക്കുന്ന മനുഷ്യ ചരിത്രത്തെ കേൾക്കുന്ന മോശ, അവിടെ മോശയിൽ ഉണ്ടാകുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ചിന്തയുണ്ട്. ഒരു സഭയ്ക്ക്, ഒരു പട്ടക്കാരന് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവത്തിൻ്റെ ഈ കണ്ടുമുട്ടലിന് ശേഷം, അതിന് വേദപുസ്തക പണ്ഡിതരൊക്കെ ഉപയോഗിക്കുന്നത് കൗണ്ടർ ഇമാജിനേഷൻ എന്നാണ്. നേരത്തെ ബ്രൂക്ക്മാൻ പറഞ്ഞ ആശയവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ബോധത്തിൻ്റെ ചില മണ്ഡലങ്ങളെ
മേൽക്കൂരകളെ, ചില ഘടനകളുടെ മേൽക്കൂരകളെ പൊളിച്ചെങ്കിൽ മാത്രമേ അവിടങ്ങളിൽ ഒരു പുതിയ ജ്ഞാനത്തെ, പുതിയ ദർശനത്തെ, പുതിയ സങ്കല്പത്തെ, ദൈവരാജ്യം എന്ന് പറയുന്ന സങ്കല്പത്തെ പ്രതിഷ്ഠിക്കുന്ന ഇടത്താണ് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോടു കൂടിയുള്ള ചരിത്ര വായനകൾ, ഞാനിത് പറയുന്നത് ബോധപൂർവം തന്നെയാണ്. ചരിത്രവും വേദപുസ്തകവും ആരാധനയും, ദ ലിറ്റോർജി, ഹിസ്റ്ററി ആൻഡ് ദ ബൈബിൾ, ഇത് മൂന്നും ഒരുമിച്ചും പരസ്പരവും ഒപ്പമായും വേറിട്ടും വായിക്കുന്നതിലൂടെ മാത്രമാണ് ദൈവത്തിൻ്റെ ജനതയുടെ സംഘർഷങ്ങളെ കാണുക. അത്തരത്തിലുള്ളൊരു പ്രക്രിയയിലാണ് ദൈവം തമ്പുരാൻ നമുക്ക് കൗണ്ടർ ഇമാജിനേഷൻ, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, പെർസെപ്ഷൻ നൽകുന്നത്. അതുകൊണ്ട് ദൈവം പറയുന്ന ചരിത്രം കേട്ട അടിമ ജനതയിൽ നിന്ന് അവിടെ ഉണ്ടാകുന്നത് ഒരു കൗണ്ടർ ഇമാജിനേഷനാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. ഇത്തരം കൗണ്ടർ ഇമാജിനേഷൻ്റെ ചരിത്രം വേദപുസ്തകത്തിലും ചരിത്രത്തിലുമൊക്കെ ഉണ്ട്. യൂഹാനൻ മാർത്തോമ ഭൂഭവനദാന പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, ചരിത്രം പറയുന്നത് അത് ദേശീയ തലത്തിൽ വിനോബ ഭാവെ നടപ്പിലാക്കുന്നതിന് മുൻപ്, നമ്മുടെ ഒരു പിതാവ് ഭൂഭവനദാന പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ നമ്മുടെ സഭാപിതാവിൽ ഉടലെടുത്തത് ഇത്തരത്തിലുള്ള ഒരു ബദൽ ഇമാജിനേഷനാണ്. അതെങ്ങനെ സാധ്യമായി എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് ദൈവം പറഞ്ഞ മനുഷ്യരെ കുറിച്ചുള്ള ചരിത്രം നമ്മുടെ പിതാവായ യൂഹാനോൻ മാർത്തോമ ശ്രദ്ധയോടെ കേട്ടു. തിമോത്തിയോസ് തിരുമേനി ഈ നാളുകളിൽ ഏറ്റുപറയുന്ന ക്രിസ്തുവിൻ്റെ മനസ്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി, എന്തെല്ലാം വ്യത്യസ്ത മാനങ്ങൾ പറയുമ്പോൾ അവിടെയും നാം കേൾക്കുന്നത് മനുഷ്യരുടെ ചരിത്രമാണ് അതിലൊക്കെ ഉള്ളത് എന്ന് നാം വായിക്കുന്നുണ്ട്. എം കുഞ്ഞാമൻ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണൻ, അദ്ദേഹം തൻ്റെ ബാല്യപ്രായത്തിലെ കണ്ടുമുട്ടിയ ചില മനുഷ്യരെ കുറിച്ച് തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാനുഭവം ഞാൻ വായിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം ഇങ്ങനെയാണ്: വയറ് കാളാൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും. അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ല, മുറ്റത്ത് പോലുമില്ല, തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിൽ ഒഴിച്ചു തരും. 14 വയസ്സുള്ളപ്പോഴാണ് വീടിനടുത്തുള്ള ഒരു ജന്മിയുടെ വീട്ടിൽ കഞ്ഞിക്ക് ചെന്നു. മണ്ണിൽ കുഴിച്ച് കഞ്ഞി ഒഴിച്ചു തന്നു. അവിടെ ഭയങ്കരനായ ഒരു പട്ടിയും ഉണ്ടായിരുന്നു. എന്നോടൊപ്പം അവനും ചെന്ന് കുടിക്കാൻ പറഞ്ഞു. വീട്ടുകാർ കുഴിയുടെ അടുത്തേക്ക് കുരച്ചെത്തിയ പട്ടി കഞ്ഞി കുടിക്കാനുള്ള ആർത്തിയിൽ എന്നെ കടിച്ചു മാറ്റി. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യനും പട്ടിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല, അത് 2 പട്ടികളുടെ ബന്ധമായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു വാചകം കൂടെ തുടർ എഴുത്തിൽ പറയുന്നുണ്ട്: വാടാനാം കുരിശിയിലെ സ്കൂളിനെ കുറിച്ചോർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അധ്യാപകരെയും ക്ലാസ് മുറികളെയുമല്ല, ലക്ഷ്മിയേടത്തെയാണ്. തൻ്റെ ലോവർ പ്രൈമറി ക്ലാസ് കഴിഞ്ഞിട്ട് ഉപ്പുമാവ് ലഭിക്കുവാൻ അദ്ദേഹത്തിന് അവകാശമില്ലാതിരുന്നിട്ടും ആരും കാണാതെ ആ കുട്ടിക്ക് അവിടെ ഉപ്പുമാവ് കൊടുത്തിരുന്ന ലക്ഷ്മിയോടാണ്, ലക്ഷ്മിയേടത്തിയോടാണ്. എന്നിട്ട് ഒരിക്കൽ ലക്ഷ്മിയേടത്തി MAക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങി ഈ അമ്മയുടെ അടുക്കലേക്ക് വരുമ്പോൾ ഈ ലക്ഷ്മിയേടത്തി പറയുന്നുണ്ട്: എടാ, എൻ്റെ ഉപ്പുമാവ് തിന്ന് പഠിച്ചിട്ടാണ് നിനക്ക് റാങ്ക് കിട്ടിയത്. പ്രിയരെ, മനുഷ്യ ജീവിതത്തിൻ്റെ സന്നിഗ്ധമായ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ദൈവത്തെ കേൾക്കുന്ന സഭയ്ക്ക് മാത്രമേ, മനുഷ്യർക്ക് മാത്രമേ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരാകുവാൻ കഴിയുകയുള്ളൂ എന്ന് ഈ വേദഭാഗം പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വെളിപാടുകളെ നിത്യമുഷസ്സിലും പ്രഭാതത്തിലും ജീവിതത്തിൻ്റെ എല്ലാ അനുഭവത്തിലും കാണുന്നവരാണ് പട്ടക്കാർ. ദൈവത്തിൻ്റെ വർത്തമാനങ്ങൾ, മനുഷ്യരുടെ ചരിത്രം പറയുന്ന വിവരിക്കുന്ന ദൈവത്തിൻ്റെ വർത്തമാനങ്ങൾ, അതിൻ്റെ എല്ലാ ആഴത്തിലും ദൈവത്തോടൊപ്പം കേൾക്കുന്നവരാണ് ഈ സഭയും സഭാ ശുശ്രൂഷകരും. ഒരു കാര്യം കൂടെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ദൈവവും മോശയും തമ്മിലുള്ള വർത്തമാനം അങ്ങോട്ട് മുറുകുകയാണ്, മുൻപോട്ട് പോവുകയാണ്. എന്നിട്ട് ദൈവം മോശയോട് പറയുന്നുണ്ട്:
ഞാൻ എൻ്റെ ജനതയെ വിടുവിക്കും, അവർക്കൊരു പുതിയ സ്ഥലം ഞാൻ കൊടുക്കും, അത് കനാനാണ്, പാലും തേനും ഒഴുകുന്ന ഒരു ദേശം ഞാൻ അവർക്ക് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ആ പറച്ചിനിടയിൽ ദൈവം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഈ ദൈവം എന്ന് പറയുന്നത് ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. എത്ര സുന്ദരമാണ്! ദൈവം ഇന്നലകളെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ദൈവം സ്വാതന്ത്ര്യത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്ന നിലയിൽ ഇസ്രായേലിൻ്റെ ചരിത്ര പാരമ്പര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നിയോഗം. അതുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ പെട്ടെന്ന് 2025 ജൂലൈ 10 ഉടലെടുക്കുന്നതല്ല. എത്രയോ നൂറ്റാണ്ടുകളായി നമ്മുടെ മനുഷ്യർ, പട്ടക്കാർ, തിരുമേനിമാർ, ആത്മായർ നടന്ന വഴികളിലൂടെ രൂപം കൊണ്ട ചില വഴികളുണ്ട്. അതിന് ദൈവം പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പുതുചരിത്രം എഴുതുവാൻ, സ്വാതന്ത്ര്യത്തിൻ്റെ പുതുചരിത്രം എഴുതുവാൻ, സഭ എന്ന 3-ാം ഇടം തുറന്നു കൊടുക്കുവാൻ വിളിക്കുന്ന ദൈവത്തെ നാം ഇവിടെ കാണുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ പുതുചരിത്രവും സഭ എന്ന 3-ാം ഇടവും, സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം എഴുതുവാൻ ദൈവം നമ്മെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ യോഗ്യത എന്താണ്? ദൈവം മോശയോട് പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഒരു 3-ാം ഇടം എന്താണ് സഭ എന്നുള്ളതിൻ്റെ നിർവചനമാണ്. അവിടെ ഈ അടിമത്തത്തിൽ നിന്ന്, ഊഷരമായ അനുഭവത്തിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഇടത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക. മുറിവേറ്റ മനുഷ്യനെ സത്രത്തിൽ കൊണ്ടുവന്ന് രക്ഷ ചെയ്ത ശമരിയാക്കാരനെ പോലെ സ്വാതന്ത്ര്യത്തിൻ്റെ പുതുചരിത്രം എഴുതുവാൻ നാം ഇവിടെ കാണുന്നുണ്ട്. ആ പുതുചരിത്രം എഴുതണമെങ്കിൽ ദൈവത്തോടൊപ്പം ഒരു പുതിയ ജ്ഞാനം നാം സമ്പാദിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഉണ്മ നാം തിരിച്ചറിഞ്ഞേ മതിയാവുകയുള്ളൂ. ബലഹീനർക്കായി ചില സത്രങ്ങൾ ഒരുക്കുന്ന, ബലഹീനർക്കായി ദേവാലയം ഒരുക്കുന്ന, ബലഹീനരുടെ പ്രാർത്ഥനകൾക്കായി ഈ മദ്ബഹായിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ സംഘമാണ് പട്ടക്കാർ എന്നുള്ളത്. അതുകൊണ്ട് അതൊരു 3-ാം ഇടമാണ്, വിമോചന യാത്ര. ആ യാത്രയിൽ സ്വാതന്ത്ര്യം നൃത്തം ചെയ്യുന്ന സഭ എന്ന 3-ാം ഇടത്തിൽ രക്ഷ അധിവസിക്കുന്ന, സ്വാതന്ത്ര്യം നൃത്തം ചെയ്യുന്ന, നീതി പരിരസിക്കുന്ന, സ്വാതന്ത്ര്യത്തിൻ്റെ പുതുചരിത്രം എഴുതുവാൻ വിളിക്കപ്പെട്ട ഒരു വലിയ നിയോഗം. ആ നിയോഗത്തിലാണ് ഞാൻ നിങ്ങളും. നമ്മുടെ സഭ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പട്ടക്കാരനാണ് ഈ സഭയിൽ നാം എല്ലാ കാലത്തും ഓർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വികാരി ജനറൽ CG അലക്സാണ്ടർ അച്ഛൻ. 1947 ലേനാർഡ് തിയോളജിക്കൽ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി അദ്ദേഹം സീഹോറായിലേക്കും നിയോഗ വഴികളിലേക്കും പോകുമ്പോൾ തൻ്റെ മാതാപിതാക്കൾക്ക് അദ്ദേഹം ഒരു കത്തയച്ചു. ഏതാനും വരികൾ വായിച്ച് ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കാം. CG അലക്സാണ്ടർ അച്ഛൻ എഴുതുകയാണ്, ഞാൻ മറ്റു വല്ല ജോലിക്കും പോയിരുന്നുവെങ്കിൽ ഇന്ന് മറ്റനേകർ സമ്പാദിക്കുന്നത് പോലെ ഒരുപക്ഷെ സാധിച്ചേനെ. ഇന്ന് അത് വളരെ പ്രയാസമില്ല. വളരെ നല്ല ഉദ്യോഗം, ഈ സ്ഥലങ്ങളിൽ കിട്ടത്തക്കതുപോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ ദൈവകൃപയാൽ എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ദൈവത്തിന് എന്നെപ്പറ്റി മറ്റൊരു ഉദ്ദേശം ഇതിൽ കവിഞ്ഞുണ്ടെന്നുള്ളത് ബോധ്യം മാത്രമാണ് ഇതിൽ നിന്നും എന്നെ വേർതിരിക്കുന്നത്. കുറേ എഴുത്തുകൾക്ക് ശേഷം അവസാനം CG അലക്സാണ്ടർ അച്ഛൻ ഇങ്ങനെ എഴുതുകയാണ്, എന്നാൽ കണ്ണുനീരില്ലാത്ത ക്രിസ്ത്യാനി ഇതുവരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും പണത്തിന് എഴുതുന്നത് ആവശ്യം. അമ്മച്ചിക്കും പപ്പായിക്കുമുള്ള വിശ്വാസം എനിക്കും തരുന്നതിന് ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. ജീവിതത്തിൽ വിജയം പ്രാപിച്ചവർ കൊട്ടാരത്തിൽ വസിച്ചവരല്ല. പ്രയാസവും വിഷമവും ജീവിതം മുഴുവനും അനുഭവിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ കടങ്ങൾ വർദ്ധിക്കുവാനാണ് ഞാൻ ഇടയാകുന്നത്. കടിയാങ്കുന്നിലെ വല്യപ്പൻ ഒരിക്കൽ പറഞ്ഞത്, കുഞ്ഞെ നിന്റെ ആയുസ് നീ കളഞ്ഞല്ലോടാ. ചിലപ്പോൾ ശരിയാണെന്ന് തോന്നും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം തമ്പുരാൻ നമ്മളെ എന്തിനാണ് വിളിക്കുന്നത്? നിരന്തരമായി ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ. ആ സഞ്ചരിക്കുന്നതിനിടയിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ആ വെളിപ്പാടുകൾ കാണുവാൻ, അവൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് അവൻ നമ്മളോട് പറയുന്ന ചരിത്രത്തെ, ആ മനുഷ്യരുടെ ചരിത്രത്തെ, അതിലടങ്ങിയിരിക്കുന്ന ലിറ്റർജിയെ തിരിച്ചറിയുവാനാണ് ഈ വിളി എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ
അനേകം മനുഷ്യർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുവാനും പുതുചരിത്രം എഴുതുവാനും സഭയെന്ന ദേവാലയമെന്ന മൂന്നാം ഇടത്തിലേക്ക്, സത്രത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് വീണ്ടെടുക്കുവാനാണ്. ആ നിയോഗം ഏറ്റെടുപ്പാൻ പ്രിയ ശമ്മാശനും ഈ സഭയ്ക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.